അതിനുള്ള ഒരുപാട് കാരണങ്ങളും കാര്യകാരണങ്ങളും ഒക്കെ കാര്യകാരണ ബന്ധങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മുമ്പിൽ മലേഗാവുണ്ട്, സംജോതയുണ്ട്, മക്ക മസ്ജിദ് അക്രമമുണ്ട്. മലേഗാവിലെയും അതുപോലെ തന്നെ സംജോതയിലും ഒക്കെ പ്രതികളെ കുറിച്ച് NIA പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. അതിലെല്ലാം സംഘപരിവാരത്തിന്റെയും RSSന്റെയും താല്പര്യം എന്തായിരുന്നു എന്നതും നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ കശ്മീരിൽ ഞങ്ങൾക്കൊരു MLA ഉണ്ട്, മുഹമ്മദ് യൂസഫ് തരിഗാമി. ഈ തീവ്രവാദികളുടെയും ഭീകരവാദികളുടെയും ഒക്കെ നിറത്തിന് വ്യത്യാസമുണ്ടെങ്കിലും അവരുടെ സ്വഭാവത്തിന് വലിയ വ്യത്യാസമില്ല എന്നുള്ളതിന്റെ അനുഭവമാണ് അദ്ദേഹം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കുൽഗാമിലെ MLA മുഹമ്മദ് യൂസഫ് തരിഗാമി CPIMന്റെ നേതാവ്. അവിടെ ജയിച്ചു വരും എന്ന ബോധ്യമുള്ള സംഘപരിവാറുകാർ എന്താ ചെയ്തത്? അവര് മത്സരിപ്പിക്കാൻ തയ്യാറായത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനും RSSകാരനും പൊതുശത്രുവായി കമ്മ്യൂണിസ്റ്റുകാർ വരുന്നത് എന്താ? മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കണമെന്ന് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരനും സംഘപരിവാറുകാരനും തോന്നും. അങ്ങനെ തോന്നിയിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരനായ ഒരാളെ അവിടെ സ്ഥാനാർത്ഥിയാക്കുക. അഹമ്മദ് റൈഷി മറ്റോ പേരുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. അവരെ പരാജയപ്പെടുത്തി പൊതു സ്ഥാനാർത്ഥിയായ സംഘപരിവാരത്തിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പൊതു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ CPM ജയിക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിലൊക്കെ എടുക്കുന്ന സമീപനത്തിന്റെ കൃത്യതയും വ്യക്തതയുമാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ്, വിഘടനവാദത്തിനെതിരാണ്, വർഗീയതക്കെതിരെയാണ്. ശക്തമായ നിലപാട് ഞങ്ങൾ ഇതിനെതിരെ മുന്നോട്ട് വെക്കും. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ ഞങ്ങൾ ചെയ്യാറില്ല. ഈ സമയത്ത് ഒരു യുദ്ധം വരുമോ എന്ന ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത്, ജനങ്ങളാകെ വല്ലാത്ത പരിഭ്രാന്തിയിലിരിക്കുന്ന സമയത്ത് യുദ്ധത്തിനെതിരായിട്ടുള്ള സമീപനം എല്ലാ കാലത്തും സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ഇപ്പൊ നേരത്തെ മാഷ് സൂചിപ്പിച്ചു, മുൻപുണ്ടായ യുദ്ധത്തിൽ നിന്ന് എത്രയോ അപ്പുറമായിരിക്കും ഇനിയൊരു യുദ്ധം ഉണ്ടായാൽ നമ്മുടെ നാട് അനുഭവിക്കാൻ പോകുന്നത്. AI ടെക്നോളജിയൊക്കെ നമ്മുടെ ഫോണിലും നമ്മുടെ കൈകളിലുള്ള സമയമായിപ്പോ. ഏതൊക്കെ ടെക്നോളജി ആരുടെയൊക്കെ കൈകളിലുണ്ട് എന്ന് ഒരു നിശ്ചയം ഉണ്ടാവില്ല. ഇതെവിടേക്കൊക്കെയാണ് ഇവർ ഈ അക്രമം നടത്തുക എന്നുള്ളത് നിശ്ചയം ഉണ്ടാവില്ല. ഇതിലെല്ലാം ആക്രമിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും സാധാരണ മനുഷ്യരായിരിക്കും. യുദ്ധം അവിടെ പാകിസ്ഥാനിലും കാശ്മീരും പരിസര പ്രദേശത്തും അതിർത്തികളിലുമാണെങ്കിലും ഇതിന്റെ എല്ലാ തിക്തഫലങ്ങളും നമ്മുടെ നാട്ടിലേക്കൊക്കെ വരും. നമ്മൾ ആളുകളുണ്ട് വൈകാരികമായി ചിന്തിക്കുന്നവർ. പക്ഷെ ഇന്ത്യ വളരെ സംയമനത്തോടു കൂടിയാണ് ഇതുവരെ നിലപാടൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത്. പട്ടാളത്തോട് വിവേകത്തോടു കൂടി തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നുള്ള വാർത്തകൾ നമ്മൾ വായിക്കുക. ഒരു യുദ്ധം വന്നാൽ ഇതായിരിക്കില്ല. ആ സമയത്തെല്ലാം നമ്മൾ എടുക്കേണ്ട സമീപനത്തെ കുറിച്ചാണ് നേരത്തെ മാറ്റവിടെ സൂചിപ്പിച്ചത്, പാർട്ടി രാഷ്ട്രത്തിന്റെ ഒക്കെ സൂചിപ്പിച്ചത്. നമ്മൾ വിഘടനവാദത്തിനും വിഭജനത്തിനെതിരെ എല്ലാം നിലപാട് സ്വീകരിക്കണം. ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചുകൂടാ. അതിനാരതിയുടെ സ്റ്റേറ്റ്മെന്റും അതിന് കാശ്മീരിലെ മുസാഫറിന്റെയും സമീറിന്റെയും നിലപാടുകളുമെല്ലാം നമ്മൾ മുറുകെ പിടിക്കണം. നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ നാട്ടിൽ ഒരുമിച്ച് ഈ തീവ്രവാദികളെ ചെറുക്കുന്നതിന് നിലപാട് സ്വീകരിക്കണം. അതായിരിക്കണം നമ്മുടെ സമീപനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വർഗീയവാദികൾക്കും എതിരെയെല്ലാം ശക്തമായ നിലപാടുകൾ എത്തിപ്പിടിക്കാൻ നമ്മൾ സന്നദ്ധരാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആകെ CPMന്റെ നേതൃത്വത്തിൽ ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി നടത്തിയ ഈ സായാഹ്നത്തിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ ലാൽസലാം. سلام عتيش سمساري.
പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റുമായ സഖാവ് വസീഫ് ഉൾപ്പെടെയുള്ള സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ സഖാക്കൾ, പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും ഇതുപോലെ വിപുലമായ നിലയിൽ ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി വലിയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു ആസന്നമായ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തേക്ക് നീങ്ങുന്നോ എന്ന ഒരാശങ്കയിൽ ഈ രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങൾ വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുന്നത് ഒരു ക്രിക്കറ്റ് മത്സരം കാണുന്ന സമയത്ത് ഉൾപ്പെടെ രണ്ട് ശത്രു രാജ്യങ്ങൾ എന്ന നിലയിലുള്ള ഒരു മാനസികാവസ്ഥ 1947 വിഭജനാനന്തരം ഉള്ള കാലത്ത് ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സിലേക്ക് ഉറച്ചുപോയ ഒരു കാര്യമാണ്. അത് ഏതൊരു കാര്യത്തിൽ വരുന്ന സമയത്തും ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറഞ്ഞാൽ അത് രണ്ട് ശത്രുപക്ഷങ്ങളാണ് എന്ന നിലപാടിലേക്ക് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിരവധി തവണ സൈനികമായ ആക്രമണങ്ങളുടെ പാതയിലേക്ക് വരെ പോയ അനുഭവങ്ങളുണ്ട്. 1947-48 കാലത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമുണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കാശ്മീരിനെ ചൊല്ലിയാണ്. എല്ലാ കാലത്തും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക വിഷയം എന്ന് പറയുന്നത് കാശ്മീർ ആരുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് എന്നതിനെ ചൊല്ലിയാണ്. 1947 യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ആ ഘട്ടത്തിൽ കാശ്മീരിനെ പാകിസ്ഥാനോട് ചേർക്കുക എന്നൊരു അജണ്ടയായിരുന്നു അന്നവർക്കുണ്ടായിരുന്നത്. അതിന് ഒരു ഘട്ടത്തിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ആ യുദ്ധത്തിന്റെ അവസാനം ഒരു മധ്യസ്ഥതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ജമ്മുവും കാശ്മീരും ലഡാക്കും ഉൾപ്പെടുന്ന ഭൂപ്രദേശം ഇന്ത്യയുടെ ഭാഗമായും പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് അത് പാകിസ്ഥാന്റെ ഭാഗമായുമുള്ള ഒരു മധ്യസ്ഥം അന്നത്തെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെക്കുന്നത്. ആ മധ്യസ്ഥത്തെ ഇന്ത്യയുടെ ജനങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അന്ന് എല്ലാ നിലയിലും അംഗീകരിച്ചുകൊണ്ടാണ് ആ നിലപാട് സ്വീകരിച്ചത്. പിന്നീട് എല്ലാ കാലത്തും ഈ അസ്വസ്ഥതകൾ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിന്റെ ഈ തീവ്രവാദ നഴ്സറികളിൽ അടവെച്ച് വിരിയിച്ച തീവ്രവാദികൾ ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറി ഈ രാജ്യത്തിന്റെ സമാധാനം കെടുത്തുന്ന അന്തരീക്ഷം പിന്നീട് നിരവധിയായ സന്ദർഭങ്ങളിൽ നമ്മുടെ രാജ്യം നേരിട്ടു എന്നതൊരു അനുഭവമാണ്. 1965 വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് പോകുന്നു. ആ ഘട്ടത്തിൽ ജിബ്രാൾട്ടർ ആക്രമണം എന്ന പേരിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ ഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിലേക്ക്, പ്രത്യേകിച്ച് കാശ്മീർ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണത്തിനെതിരായ വികാരമുണ്ട്. പാകിസ്ഥാനികൾ എല്ലാവരും കാശ്മീർ എല്ലാവരും പാകിസ്ഥാനോട് ചേരണം എന്ന നിലപാട് ഉള്ളവരാണ് എന്ന ഒരു ആവശ്യമായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി അന്ന് 1965 ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാമത്തെ യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിന്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. ലോക സാമ്രാജ്യത്വത്തിന്റെ കാര്യത്തിൽ ലോകത്ത് ഈ സാമ്രാജ്യത്തിന് ബദലായിക്കൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് ഭരണക്രമം അന്ന് ലോകത്തുണ്ടായിരുന്നു. 1965 യുദ്ധ പശ്ചാത്തലത്തിൽ അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഐക്യരാഷ്ട്രസഭയേക്കാൾ ഒക്കെ അപ്പുറത്ത് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സൈനികമായി ഏത് രാജ്യങ്ങളോടും ഏത് സൈനിക ശക്തിയോടും കിടപിടിക്കാൻ കഴിയുന്ന ഒരു രാജ്യം അന്ന് ഈ ലോകത്ത് ഉണ്ടായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി എന്തായിരുന്നു ആ സ്ഥിതി തുടരണം. അതായത് ജമ്മുവും കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ ഭാഗമായും പാക് അധീന കാശ്മീർ പാകിസ്ഥാന്റെ ഭാഗമായും നിലനിൽക്കണം എന്ന വ്യവസ്ഥയിലേക്ക് പാകിസ്ഥാൻ അന്ന് ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങളെ പിടിച്ചെടുക്കുക എന്ന നയത്തിൽ നിന്നും മാറേണ്ടി വന്ന ഒരു സാഹചര്യം വന്നുണ്ടായി. ഈ യുദ്ധത്തിലും പാകിസ്ഥാൻ പരാജയപ്പെടുന്ന സാഹചര്യം വന്നായി. പിന്നീട് വന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ്. 1971 ബംഗ്ലാദേശ് വിമോചനവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലേക്കുള്ള സംഘർഷം, കിഴക്കൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് വിമോചനത്തിനു വേണ്ടി അവിടെ മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഐതിഹാസികമായ മുന്നേറ്റം നടക്കുന്നു. ആ മുന്നേറ്റത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ ഈ ബംഗാളിലേക്ക് നിരവധിയായ രൂപത്തിലേക്കുള്ള അഭയാർത്ഥികളുടെ പ്രവാഹമുണ്ടായ ഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിന്റെ സർക്കാർ നേരിട്ട് തീരുമാനിച്ചുകൊണ്ടാണ് ആ യുദ്ധത്തിലേക്ക് പോകുന്നത്. ആ ഘട്ടത്തിൽ 1971 യുദ്ധത്തിൽ ഈ ബംഗ്ലാദേശ് വിമോചിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിച്ചു. ബംഗ്ലാദേശിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി കഴിയുന്ന
പാകിസ്ഥാനെ പോലെ ഒരു മതരാഷ്ട്രത്തിന്റെ എല്ലാ തരത്തിലുള്ള ഈ കെടുതികളും അനുഭവിക്കാത്ത ഒരു രാജ്യമായി ബംഗ്ലാദേശ് അവിടെ നിലനിൽക്കുന്നത് ആ വിമോചന സമരത്തിന്റെ ഭാഗമായി 971 യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. പിന്നീട് വരുന്നത് 999 കാർഗിൽ യുദ്ധമാണ്. നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആക്രമണം എന്ന് പറഞ്ഞാൽ 1999 കാർഗിൽ ആക്രമണമാണ്. അത് ഇതേപോലെ തന്നെ ഇന്ന് ഈ കഴിഞ്ഞ ഈ പഹൽഗാമിലെ അവിടെയുള്ള വിനോദസഞ്ചാരികൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമണം നടത്തിയതെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന കാർഗിൽ യുദ്ധം എന്ന് പറയുന്നത് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പാകിസ്ഥാനിലെ പരിശീലനം നേടിയ തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ അതിർത്തികളെ കീഴടക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഇന്ത്യൻ സൈന്യം അതിശക്തമായ രൂപത്തിലേക്ക് അതിനെ പ്രതിരോധിക്കുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അനുഭവത്തിലുള്ള ചില സൈനികമായുള്ള ചില വേഷങ്ങളുള്ള സിനിമകൾ ഉൾപ്പെടെ ആ പശ്ചാത്തലത്തിലാണ് വരുന്നത്. ആ സിനിമകളിലൊക്കെ ദേശസ്നേഹമുള്ള ആളുകളെല്ലാവരും ആ സിനിമയുടെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ അന്ന് നടത്തിയ ആക്രമണത്തിനെതിരായ വികാരമുണ്ടാക്കുന്ന രൂപത്തിലേക്കുണ്ടായി. എല്ലാ ഘട്ടത്തിലും പാകിസ്ഥാൻ സ്വീകരിച്ച സമീപനം ഇന്ത്യക്കെതിരായ ആക്രമണം നടത്തുന്ന എല്ലാ ആളുകളെയും അവർ എല്ലാ സമയത്തും പ്രോത്സാഹിക്കുന്ന സമീപനമാണ്. ഈ പഹൽഗാമിലെ ആക്രമണം നടന്ന സമയത്തും നമ്മൾ കണ്ടതാണ്. യാതൊരു കാരണവുമില്ലാതെ അവിടെ വിനോദസഞ്ചാരികളായി വന്ന ആളുകൾക്ക് നേരെ അകാരണമായി തീവ്രവാദികൾ വന്ന് വെടിവെച്ചപ്പോ ആ തീവ്രവാദികളെ അവർ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വിശേഷിപ്പിച്ചത് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇന്ത്യയുടെ സ്ഥാനപതി പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തിലെ തമ്മാടി രാഷ്ട്രമാണ് എന്ന് അസന്നിഗ്ധമായി ഇന്ത്യക്ക് പറയാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിക്കൊടുക്കുന്നത് ഈ നിലയിലേക്കുള്ള അതിരൂക്ഷമായ ഒരു മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും ഈ രാജ്യത്തിന്റെ അതിർത്തിയെ സംരക്ഷിക്കണം എന്ന നിലപാടുള്ളവരെ തന്നെയാണ്. ഒരുപക്ഷെ അവർ എവിടെ ഇത് ഏത് മതമായിരുന്നാലും ശരി, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 947 പിറവിയെടുത്ത കാലം മുതൽ ഇസ്ലാമിക മതം ഔപചാരികമായ മതമുള്ള രാജ്യമാണെങ്കിൽ പോലും ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഇസ്ലാം മതവിഭാഗത്തിൽ വരുന്ന ആളുകൾ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഒരു സംശയ കാര്യത്തില്ല. അതുകൊണ്ടാണ് ഈ രാജ്യം ഒറ്റക്കെട്ടായി ആ നിലപാട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഈ അവിടുന്ന് ആക്രമണത്തിൽ രക്ഷപ്പെട്ടു വന്ന ഒരു യുവതി, എനിക്ക് അച്ഛനെ നഷ്ടപ്പെട്ട സമയത്ത് എനിക്ക് അവിടെ 2 സഹോദരങ്ങളെ കിട്ടിയിട്ടുണ്ട്. ആ 2 സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു യുവതി പറയുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ രാജ്യത്തിനെതിരായ ആക്രമണം ഉണ്ടാകുമ്പോ ഹിന്ദുവും മുസൽമാനും സിഖും ജൈനനും ക്രൈസ്തവനും ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ സകല മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും ഒരുമിച്ച് നിൽക്കുന്നു എന്നാണ് അനുഭവം. ഈ പശ്ചാത്തലത്തെ ഏതെങ്കിലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ഗൗരവമായ പ്രശ്നം. ഇപ്പോ പഹൽഗാം എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അവിടെ ആയുധധാരികളായ തീവ്രവാദികൾ ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇന്ത്യൻ സംവിധാനത്തെയും ഇന്ത്യയുടെ സൈനിക സംവിധാനത്തെയും എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഈ തീവ്രവാദികളെ കൊലപ്പെടുത്തുന്ന ഒരു സമയം ഉണ്ടാകുമ്പോ നമ്മൾ ആലോചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന് പഴയ പ്രകരശേഷിയുന്നുണ്ടോ? ഇന്ത്യൻ സൈന്യത്തിലേക്ക് ആളുകളെ എണ്ണം ഇന്നുണ്ടോ? ഒരു ഘട്ടത്തിൽ ഇവിടെ ഉദ്ഘാടനം ചെയ്ത വസീഫിന്റെ സംഘടന ഉൾപ്പെടെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം ഉണ്ടായിരുന്നു. സൈന്യത്തിലെ കരാർവൽക്കരണം അവസാനിപ്പിക്കണം. ഒരു ഘട്ടം ആ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. സൈന്യത്തിലെ കരാർവൽക്കരണം എങ്ങനെയാണ്? അഗ്നിവീർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യത്തിൽ വരെ താൽക്കാലികമായ നിയമനത്തിലേക്ക് ആളുകളെ റിക്രൂട്ടിക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കുമ്പോ അതിനെതിരായ ഏറ്റവും ശക്തമായ നിലയ്ക്ക് മുദ്രാവാക്യം ഉയർത്തി അതിനെതിരെ ആളുകളെ സംഘടിപ്പിച്ച് പ്രക്ഷോഭം നടത്തിയത് ഇന്ത്യ രാജ്യത്തെ ഡിവൈഎഫ് ഉൾപ്പെടെയാണ്. ഇന്ത്യൻ സൈന്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈന്യങ്ങളൊന്നാണ്. ആ സൈന്യത്തിന് അതിന്റെ പ്രകരശേഷി ഉണ്ടാവുന്ന രൂപത്തിലേക്ക് സ്ഥിരം സൈനിക സംവിധാനം വേണം എന്നവരുടെ ആവശ്യമാണ്. ഇനി തീവ്രവാദത്തോട് എന്താണ് ഈ പറയുന്ന രാജ്യം ഭരിക്കുന്ന സർക്കാർ എല്ലാ കാലത്തിലും നിലപാട്? നമ്മൾ ഒരു ഘട്ടത്തിൽ പരിശോധിക്കണ്ടേ? എന്താ നിലപാട്? 1999 ഗണ്ഡഹാറിലേക്ക് ഇന്ത്യയുടെ ഒരു യാത്രാ വിമാനം റാഞ്ചി കൊണ്ടുപോകുന്നത്. ആ ഗണ്ഡഹാറിലേക്ക് വിമാനം റാഞ്ചി കൊണ്ടുപോയപ്പോ അന്ന് ഈ രാജ്യം ഭരിച്ചത് അതേപോലെ തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു. അവരന്ന് അവിടേക്ക് അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന ജസ്വന്ത് സിംഗിന്റെ ആത്മകഥയിൽ അദ്ദേഹം എഴുതി വെച്ചൊരു കാര്യമുണ്ട്. ജസ്വന്ത് സിംഗ് CPM ഒന്നുമില്ല, ജസ്വന്ത് സിംഗ് BJP-കാരനാണ്. അദ്ദേഹം ആത്മകഥ എഴുതി വെച്ച കാര്യമുണ്ട്. അവിടെ മോചനദ്രവ്യമായി അവരാവശ്യപ്പെട്ട പണവും കൊടുത്ത് ഇന്ത്യയുടെ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന മൗലാന മസൂദ് അസറിനെ പോലുള്ള ആ തീവ്രവാദികളെ തുറന്നുവിട്ട്
അവിടെ കൊണ്ടുപോയി അവരെ കൈമാറി ബന്ദികളെ മോചിപ്പിക്കുമ്പോ അത് വലിയ രൂപത്തിലേക്ക് ഒരു അപകടത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾ നോക്കുക, ഇന്ത്യയിലെ ജയിലിൽ ഇന്ത്യൻ സൈന്യം പിടിച്ച് ജയിലിലിട്ട തീവ്രവാദിയെ അവിടെ ഒരു വിമാനം റാഞ്ചി കൊണ്ടുപോയി വിലപേശിയപ്പോ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതാരാ കൊടുത്തത്? നിങ്ങൾ ആലോചിക്കണം. അന്ന് ഗണ്ടഹാറിലെ ഈ നിലയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോ ഗണ്ടഹാറിൽ കൊണ്ടുപോയി ഇന്ത്യൻ ജയിലിൽ കഴിയുന്ന തീവ്രവാദിയെ കൈമാറിയ മനുഷ്യന്റെ പേരാണ് അജിത് ഡോവൽ. അദ്ദേഹത്തിന് ഇന്നത്തെ സ്ഥാനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ്. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലാണ് 999 ഗണ്ടഹാറിൽ വിമാനം റാഞ്ചി കൊണ്ടുപോയി അവിടെയുള്ള ആളുകൾ വിലപേശിയപ്പോ അവിടെ ഈ പറയുന്ന തീവ്രവാദികളെയും കൊണ്ട് ഗണ്ടഹാറിൽ പോയി അവർക്ക് ഈ തീവ്രവാദികളെ കൈമാറി പകരം ഇന്ത്യൻ യാത്രക്കാരെ മോചിപ്പിച്ചത്. അപ്പോ ആ മൗലാന മസൂദ് അസറാണ് പുൽവാമ ആക്രമണത്തെ സൂത്രധാരൻ. പുൽവാമയിലേക്ക് സൈനിക കോൺവോയിലേക്ക് ഇന്ത്യൻ സൈന്യം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക കോൺവോയിലേക്ക് അവിടെ RDX എന്ന് പറയുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ചൊരു ട്രക്ക് ഓടിച്ചു കയറ്റി ഇന്ത്യൻ സൈന്യത്തിലെ ആളുകളെ കൊലപ്പെടുത്തി നേതൃത്വം കൊടുത്തത് ഈ മൗലാന മസൂദ് അസറാണ്. മറ്റൊന്ന്, ഈ ജമ്മു കാശ്മീർ ഘട്ടത്തിൽ ഇപ്പൊ ജമ്മു കാശ്മീർ 3 കഷ്ണങ്ങളായി ഭാഗിച്ചു. കേന്ദ്രഭരണ പ്രദേശമാണ്. നേരത്തെ നോട്ട് നിരോധനം പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ 3ആയി വിഭജിച്ച് കേന്ദ്രഭരണ പ്രദേശമാക്കിയതോടുകൂടി ഇനിയുള്ള കാലത്ത് അവിടെ തീവ്രവാദികൾക്കുള്ള ആക്രമണം ഉണ്ടാവില്ല എന്നായിരുന്നല്ലോ BJP പറഞ്ഞത്. പക്ഷെ എന്താ സാഹചര്യം? നിങ്ങൾ നോക്കുക, ജമ്മു കാശ്മീരിൽ ഒരു ഘട്ടത്തിൽ BJP നേതൃത്വം കൊടുത്തുകൊണ്ട് ഒരു സർക്കാർ ഉണ്ടായിരുന്നു. BJP നേതൃത്വം കൊടുത്ത സർക്കാർ, BJPക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടായിരുന്നത് അന്ന് അവിടെ PDP എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. PDP മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അന്ന് PDP നേതാവായിരുന്ന മെഹബൂബ മുഫ്തി അന്ന് ആ ഒരു സർക്കാരിന്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പാകിസ്ഥാനിലെ വിഘടനവാദികൾക്ക് തെരഞ്ഞെടുപ്പ് സമാധാനമായി നടത്താനുള്ള സഹായം നൽകിയ പാകിസ്ഥാനിലെ വിഘടനവാദികളെ ഞങ്ങൾ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. അന്ന് ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മസാര് തലം ഭട്ട് എന്ന് പറയുന്ന കൊടും തീവ്രവാദിയെ ആ സർക്കാർ അന്ന് തുറന്നുവിട്ടിരുന്നു. BJPക്ക് എല്ലാ കാലങ്ങളിലും ഇതുപോലെ തീവ്രവാദത്തിന് അതിശക്തമായ നിലപാടുണ്ടോ? തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യത്തിന് പുറത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതവർ നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ദേശസ്നേഹത്തെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നതിൽ BJPയോളം വരില്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും. അവരിന്നും ഏറ്റവും ഫലപ്രദം ഉപയോഗിക്കുന്നു. നിങ്ങൾ നോക്കുക, സൗദിയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി ഈ പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് കുതിച്ചു വന്നപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷ എന്തായിരുന്നു? സൗദി സന്ദർശനവും വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി വന്ന് അവിടെ കൊല ചെയ്യപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി നീതി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കും എന്ന് ഈ രാജ്യത്തെ സകല മനുഷ്യരും ആഗ്രഹിച്ചു. പക്ഷേ പ്രധാനമന്ത്രി നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലേക്കാണ്. പാകിസ്ഥാനെതിരായ വികാരം കത്തിച്ച് RSSനും BJPക്ക് അനുകൂലമായ വോട്ട് പിടിക്കാൻ പോകുമ്പോ ഈ തീവ്രവാദികളുമായുള്ള ഒരു പ്രത്യേകമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന് എന്ന് ആർക്കും സംശയം വരും. 2.5 മണിക്കൂർ ദൂരം സഞ്ചരിച്ച് ഇന്ത്യയിലെ ഇന്റലിജൻസ് സംവിധാനത്തെയും ഇന്ത്യയിലെ സൈനിക സംവിധാനത്തെയും എല്ലാം തകർത്ത് ഈ തീവ്രവാദികൾ അവിടെ വരികയും ഇന്നും നിങ്ങൾ ആലോചിക്കുക, ആക്രമണം നടത്തി ഈ നിമിഷം വരെ 4 പേരുണ്ട് ഞങ്ങളുടെ കയ്യിൽ, അവരുടെ ചിത്രമുണ്ട്, അവർ നിങ്ങൾ റഡാറിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറയല്ലാതെ ഈ ആക്രമണം നടത്തിയ ഒരു തീവ്രവാദിയെ പോലും ഈ രാജ്യത്തിന്റെ സൈനിക സംവിധാനത്തിന് പിടിക്കാൻ കഴിഞ്ഞില്ല എന്നത് വളരെ സങ്കടത്തോടു കൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് അത്തരം വിമർശനങ്ങളുടെ സമയമല്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഏതൊക്കെ സമയത്ത് ശത്രുരാജ്യത്തിന്റെ ഭാഗമായി ആക്രമണത്തിന് വിധേയമായിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ ഈ ചെങ്കൊടി പിടിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണെന്നത്. ഒരു ഘട്ടത്തിൽ പോലും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു സമീപനം പോലും ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായില്ല. ആ ഒരു രാഷ്ട്രീയമാണ് ഈ ഘട്ടത്തിലും ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കുക, ഇന്ന് ഒരുപക്ഷെ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ സംസ്ഥാനത്തുൾപ്പെടെ ആഗോള തീവ്രവാദത്തിന്റെ ചില വക്താക്കളെ അവരുടെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ സംവിധാനങ്ങളുടെ ഭാഗമായി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ കഴിഞ്ഞ ദിവസം ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു പ്രതിഷേധ മാർച്ചിൽ ഈ ലോകത്തെമ്പാടും തീവ്രവാദത്തെ ഏറ്റവും വലിയ വളക്കൂറ് നൽകിയ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനത്തെ നേതാവിന്റെ ചിത്രം ഈ കേരളത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ അവർ ഉയർത്തിപ്പിടിച്ചെങ്കിൽ അത്തരം മനസ്സുള്ള ആളുകളെ ഒറ്റപ്പെടുത്തണം.
ഈ രാജ്യ താല്പര്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രവാദത്തിനെതിരായ, ഭീകരവാദത്തിനെതിരായ, മതവർഗീയതക്കെതിരായ നിലപാട് കൂടി ഉയർത്തിപ്പിടിക്കലാണ്. അതിന് എല്ലാ നിലയ്ക്കും സഹായം നൽകേണ്ടവരാണ് ഈ രാജ്യത്തെ മതനിരപേക്ഷ വിശ്വാസികളായ മനുഷ്യർ. ആ മതനിരപേക്ഷ വിശ്വാസികളുടെ ഏറ്റവും മുൻനിരയിൽ എല്ലാ കാലങ്ങളിലും അടിയുറച്ചു നിന്നത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു വെടിവെച്ചുണ്ടാകുമ്പോ ഈ രാജ്യത്ത് ഒരു അശാന്തിയുടെ കാർമേഘം പടരുന്നുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ മനുഷ്യരോടും ഈ രാജ്യത്തിന്റെ ഒപ്പം നിൽക്കണം. മറ്റ് താല്പര്യങ്ങളും മറ്റ് ചിന്താഗതികളും മറ്റെന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് എവിടെയെങ്കിലും വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉന്നയിക്കേണ്ട സമയമല്ല. ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് അടിയുറച്ചു നിൽക്കുക. പക്ഷേ അവർക്ക് രാഷ്ട്രീയ താല്പര്യം ആവരുതുണ്ടാവരുത്. രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ താല്പര്യം രാജ്യ താല്പര്യമാകണം. ഇതാണ് ഈ ഒരു സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഈ ആക്രമണത്തെ ഉപയോഗിക്കാൻ പാടില്ല. ഈ രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കണം. അതാണ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഇന്ത്യയിലെ എമ്പാടുമുള്ള മനുഷ്യർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോ ബംഗാളിലെ നൗക്കാലിയിൽ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അവിടെ പരസ്പരം ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വലിയ സംഘർഷം നടക്കുമ്പോ ആ സംഘർഷങ്ങൾക്കിടയിൽ പോയി അവിടെ ഹിന്ദുവിനെയും മുസൽമാനെയും പരസ്പരം പറഞ്ഞ് ആശ്വസിപ്പിച്ച് അവർക്കൊപ്പം നിന്ന നിലപാടുണ്ടായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധി നടത്തിയ സമരമാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സമരം ഗാന്ധി നടത്തിയ സമരമാണ്. ആ സമരത്തിൽ ഗാന്ധി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വിഭജിച്ചു പോകുന്ന പാകിസ്ഥാന് അവർ കർക്കതപ്പെട്ട വിഹിതം കൊടുക്കണമെന്നാണ്. ഗാന്ധിയുടെ മുദ്രാവാക്യമായിരുന്നു. അല്ലാതെ ഇന്ത്യക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ല. വിഭജിച്ചു പോകുന്ന ഈ പാകിസ്ഥാൻ നമ്മുടെ സഹോദരങ്ങളാണ്. ആ ഒരു സഹോദരങ്ങൾക്ക് നമുക്ക് അർഹതപ്പെട്ട വിഹിതം കൊടുക്കണം എന്ന് പറഞ്ഞ ഗാന്ധിയുടെ നാടാണിത്. ആ നാട്ടിൽ മതവിദ്വേഷവും ഈ തരത്തിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ ശ്രമിക്കുന്നവരാരായിരുന്നാലും ശരി അവരെ ഒറ്റപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ രാജ്യ താല്പര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ സ്വപ്നത്തിന് നമ്മുടെ ആശയങ്ങൾക്കൊപ്പം നിൽക്കണം. നിങ്ങൾക്കറിയാം, ഇന്ത്യയെക്കാൾ വിഭവസമ്പന്നമായിരുന്നു പാകിസ്ഥാൻ. അതാണ് പ്രത്യേകത. നമുക്ക് എല്ലാവർക്കും വിട്ട് ടൂർ പോകുന്ന ഒരു സ്ഥലമായിട്ട് കാശ്മീരുണ്ട്. ഇപ്പോ കാശ്മീരിന്റെ ബാക്കി ഭാഗമാണ് പാകിസ്ഥാൻ. വിഭജിക്കുന്ന കാലത്ത് ഇന്ത്യയെക്കാൾ വിഭവസമ്പന്നമായ ഒരുപക്ഷെ മാനവ വികസന സൂചികയിൽ ഇന്ത്യയെക്കാൾ മുകളിലുണ്ടായിരുന്ന രാജ്യം പക്ഷെ എങ്ങനെ തകർന്നുപോയി? അതാണ് പ്രശ്നം. അവിടെ സിയാവുൽ ഹക്കിന്റെ നേതൃത്വത്തിൽ അവിടെ ഇസ്ലാമികവൽക്കരണം കൊണ്ടുവന്നു, മതരാഷ്ട്രവൽക്കരണം കൊണ്ടുവന്നു. ആ മതരാഷ്ട്രവൽക്കരണത്തിൽ അവർക്ക് അവിടെയുള്ള മദ്രസകൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായ വികാരമുയർത്തുന്ന ഇന്ത്യ വിരുദ്ധ വികാരമുയർത്തുന്ന തീവ്രവാദ നഴ്സറികൾ ഉത്പാദിപ്പിച്ചു. ആ രാജ്യം അമ്പേ തകർന്ന് തരിപ്പണമായി. ഇന്ന് ഒരുപക്ഷെ ഈ ഒരു വിവിധ ഗോത്രങ്ങളായി പകതിരിഞ്ഞു പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക്, എപ്പോഴും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഒരു രാജ്യമായി ഈ പറയുന്ന പാകിസ്ഥാൻ മാറി. നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു മതരാഷ്ട്രമായി നിൽക്കുന്ന പാകിസ്ഥാനിലെ പള്ളികൾ വരെ ഇന്ന് നിസ്കാരത്തിന് മുമ്പ് ഏത് സമയം ബോംബ് പൊട്ടുമെന്ന ആശങ്കയാണ് വിശ്വാസികൾ. ആ നിലയിലേക്ക് അവിടെ പോകുന്നു. അവിടെ വ്യത്യസ്തമായ ഇസ്ലാമിക മതത്തിൽ രണ്ട് വ്യത്യസ്തമായ ധാരകൾ തമ്മിലുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്നു. അപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ ആഭ്യന്തരമായി അവർക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഭജനങ്ങൾക്കിടയിലേക്കും അവർക്ക് യോജിച്ച് നിൽക്കാൻ കഴിയുക ഇന്ത്യക്കെതിരായ വികാരം ഉണ്ടായിട്ടാണ്. ഇന്ത്യക്കെതിരായ എന്തെങ്കിലും ഒന്ന് വെടിപൊട്ടിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്കെതിരായ എന്തെങ്കിലും 4 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരി കയ്യടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ആ സാഹചര്യം ഒഴിവാക്കുന്നത്. ലോകത്ത് ഒരു സ്ഥലത്തും യുദ്ധം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ലോകത്തെവിടെയായിരുന്നാലും ശരി യുദ്ധമുണ്ടാകരുത്, യുദ്ധമുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന വിഭാഗമുണ്ട്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞു, ഞങ്ങൾ ഈ യുദ്ധം നടത്തുന്നത് ഇന്ത്യക്കെതിരായ കാലാകാലങ്ങളായി ഞങ്ങൾ ഈ ഒരു താല്പര്യത്തോടു കൂടി ഞങ്ങൾ ഇറക്കുന്നത്. ഞങ്ങൾക്ക് പിന്നിൽ ആയുധ കച്ചവടവുമായി വരുന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും താല്പര്യങ്ങളുണ്ട്. ലോകത്ത് യുദ്ധമുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ ആയുധ കച്ചവടം നടത്തുന്ന മനുഷ്യരാണ്. ആയുധ കച്ചവടം നടത്തുന്നവർ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ രാജ്യമായ അമേരിക്കയും ബ്രിട്ടനെയും പോലുള്ളവരാണ്. അവർക്കാണ് ലോകത്തെമ്പാടും യുദ്ധം ഉണ്ടാവേണ്ടത്. അവർക്കാണ് ആറ്റം ബോംബ് ഉണ്ടാവേണ്ടത്. അവർക്കാണ് ഈ നാഗസാക്കിയിലെയും ഹിരോഷിമയിലെയും പോലെ ലിറ്റിൽ ബോയും പാറ്റ്മാനെയും പോലെയുള്ള ആറ്റം ബോംബ് വർഷിച്ച് വർഷങ്ങളോളം ജനതയെ കൊന്നുകളയേണ്ടത്. വിയറ്റ്നാമിന്റെ 50ാം വാർഷികമായി വരുന്നതിപ്പോ ആ വിയറ്റ്നാമിന്റെ ഏജന്റ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ജൈവ ആയുധം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾക്കെതിരായ പതിറ്റാണ്ടുകൾ നടന്ന യുദ്ധം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ നോക്കുക. നേരത്തെ പരാമർശിച്ചു, ഒരു ഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ലോകത്തെ
വികസിത മുതലാളിത്ത രാജ്യങ്ങളെ പോലും അസൂയപ്പെടുന്ന രൂപത്തിലേക്ക് വികസിച്ചു വന്നപ്പോ നജീബുള്ള എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയെ, കമ്മ്യൂണിസ്റ്റുകാരനെ, ആ ഭരണാധികാരി ഇല്ലാതാക്കാൻ വേണ്ടി അമേരിക്ക ഉത്പാദിപ്പിച്ച ഒരു മനുഷ്യനായിരുന്നു ബിൻ ലാദൻ എന്ന് പറയുന്ന തീവ്രവാദി. അവസാനം അമേരിക്കയിൽ നേരെ വന്ന അവസരമൊക്കെ നമ്മൾ കണ്ടു. അപ്പോ ലോകത്തെമ്പാടും നന്മ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് തന്നെയാണ് ഇവിടെയും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം. ആ രാഷ്ട്രീയത്തിനൊപ്പം ഈ നാട്ടിലെ വ്യത്യസ്തമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യരും വ്യത്യസ്തമായ മതവിഭാഗത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യരും ഒരുമിച്ച് നിൽക്കണം എന്ന സന്ദേശം നൽകാനാണ് ഈ ഒരു പരിപാടി. ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സഖാക്കളെ, ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് വസീഫ്, ഏരിയ സെക്രട്ടറി, മുതിർന്ന പാർട്ടി നേതാവ് മാഷ് തുടങ്ങി മുഴുവൻ സഖാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാൻ